ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്കാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ വളർന്ന് വലുതായി നിൽപ്പുണ്ട്. നമ്മുടെ കറിവേപ്പില ഇതേപോലെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ഞവരയില നമ്മൾ നട്ടത് ചെറുതായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാമ്പാർ മല്ലിയില കൂടി ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി പൂവിട്ടിട്ടുണ്ട്, നല്ല പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നല്ല തക്കാളിയൊക്കെ ആ പൂവിൽ വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ മുളകിൽ പൂവിട്ടതല്ല, ഇതേ നിങ്ങൾ കാണുന്നില്ലേ, ചെറിയ ചെറിയ മുളകായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത തക്കാളി മൂടിൽ കണ്ടോ, തക്കാളി പിടിച്ചിട്ടുണ്ട്. ഇത്തിരി വലിയ തക്കാളിയാണ്. ബാക്കിയുള്ള പൂവുകളെല്ലാം പട്ടുപോയെങ്കിൽ തന്നെയും ഇപ്പോൾ വരുന്ന പൂക്കളിലെല്ലാം തക്കാളി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ ജമന്തിക്കുട്ടന്മാരാണ്. ജമന്തിക്കുട്ടന്മാരെല്ലാം പൂവ് ഇടാനായിട്ട് മൊട്ടുമായിട്ട് നിൽപ്പുണ്ട്. ചിലതിലെല്ലാം മൊട്ട് വന്നിട്ടുണ്ട്, ചിലതിലെല്ലാം മൊട്ട് വന്നിട്ടില്ല. നന്നായി വളർന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പൂവിടുമ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണിക്കാമേ. ഇതേ കണ്ടില്ലേ മൊട്ടും പൂവും എല്ലാം വന്നിരിക്കുന്നത്. നല്ല രസമില്ലേ കാണാൻ? എല്ലാം കൊണ്ട് നിരത്തി പിടിച്ച് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന കാണാനും നല്ല ഭംഗിയായിരിക്കും അല്ലേ. പിന്നെ ഇവിടെ നമ്മൾ നട്ടിരിക്കുന്നത് ഒരു 3-4 മൂട് കറിവേപ്പില തൈയാണ്. പിന്നെ ദേ കണ്ടോ ഈ നിൽക്കുന്നത് വഴുതനങ്ങ, കൃഷിഭവനിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത്. അപ്പം നമ്മുടെ ചീരയുടെ വിളവെടുക്കുകയാണ് ചെയ്യുന്നത്. ചീര കുറച്ചൊക്കെ നന്നായിട്ട് വളർന്ന് വലുതായിട്ടുള്ളതുണ്ടായിരുന്നു. പകുതി വളരാത്തതെന്ന് പറഞ്ഞാൽ അതിൽ കോഴി കൊത്തി തിന്നത് കാരണം ഞാൻ രണ്ടാമത് നട്ട് വെച്ച ചീരത്തൈയാണ്. അതെല്ലാം കുഞ്ഞതായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു പിടി ചീരയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ, താങ്ക് യു.